ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖമല്ല എല്ലാവർക്കും? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എക്സ്മെൻ എന്ന സിനിമയുടെ 7ാമത്തെ ഭാഗത്തിന്റെ കഥയാണ്. എക്സ്മെൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമ റിലീസായിരിക്കുന്നത് 2014 നിങ്ങൾ ഇതിനു മുമ്പുള്ള പാർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പാർട്ട് കാണേണ്ടതാണ്. കാരണം ഈ സിനിമയിലൂടെ എല്ലാം മാറി മറിയാണ്. ഇതിൽ കാണിക്കുന്നത് ലോഗന്റെ ടൈം ട്രാവൽ ആണ്. ഇതിനു മുമ്പുള്ള സിനിമകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ഈ സിനിമ ആരംഭിക്കുന്നത് വർഷം 2023 ന്യൂയോർക്കാണ് സ്ഥലം. മനുഷ്യരെല്ലാവരും കൂടെ മ്യൂട്ടൻസിനെതിരായിട്ട് ഒരു ആയുധം കണ്ടുപിടിച്ചിട്ടുണ്ട്. സെന്റിനൽസ് എന്നു പേരുള്ള കുറേയേറെ റോബോട്ടുകളാണത്. വളരെ പവർഫുൾ ആയിട്ടുള്ള റോബോട്ട്സ് ആണത്. അതുകൊണ്ട് തന്നെ എത്ര പവർഫുൾ ആയ മ്യൂട്ടൻസ് ആണെങ്കിലും അവർക്കൊന്നും ആ റോബോട്ടിനെ നശിപ്പിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ആ സെന്റിനൽസ് ഇപ്പോ മനുഷ്യർക്കെതിരെ നിൽക്കുന്ന മ്യൂട്ടൻസിനെയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യരെയും എല്ലാം കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ മോസ്കോയിൽ ഒരു ഹൈഡ് ഔട്ടിലാണ് ബോബിയും ടീമും. ബോബിയും കിറ്റിയും അടങ്ങുന്ന കുറെ മ്യൂട്ടൻസ് ആ ടീമിലുണ്ട്. അവരവിടെ ഒളിച്ചു കഴിയുന്നതിന്റെ ഇടയിലാണ് ആ കാര്യം മണത്തറിഞ്ഞിട്ട് കുറെ സെന്റിനൽസ് അങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് എത്തിയ ഉടനെ തന്നെ ആ ഹൈഡ് ഔട്ട് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ആ സെന്റിനൽസ് ഒക്കെ അതിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങി. കണ്ണിൽ കാണുന്ന മുഴുവൻ മ്യൂട്ടൻസിനെയും ആ സെന്റിനൽസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അവറ്റകൾ നല്ല പവർഫുൾ ആണെന്ന്. അതുകൊണ്ട് തന്നെ ഒരു മ്യൂട്ടന്റിനും അതിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ സെന്റിനൽസ് എല്ലാം ചേർന്നിട്ട് ഓരോ മ്യൂട്ടൻസിനെ കൊന്നു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അവറ്റകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ കിറ്റി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബിഷപ്പിനെയും കൂട്ടിയിട്ട് മറ്റൊരു റൂമിന്റെ അകത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം അവന്റെ തലയിൽ ടച്ച് ചെയ്തിട്ട് എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ബാക്കിയുള്ള മ്യൂട്ടൻസിനെയൊക്കെ കൊന്നു തള്ളിയതിനു ശേഷം ഒരു സെന്റിനൽ ആ റൂമിന്റെ വാതിൽ ബ്രേക്ക് ചെയ്തിട്ട് കിറ്റിയുടെയും ബിഷപ്പിന്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ അത് അവർക്ക് നേരെ ഫയർ ചെയ്യുമെങ്കിലും അത് ദേഹത്ത് കൊള്ളുന്നതിന് മുമ്പേ അവരവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. ഇനി എങ്ങനെയാണ് ഇവർ അപ്രത്യക്ഷമായതെന്ന് നോക്കാം. ഈ കിറ്റിയെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ചുമരുകൾക്കിടയിലൂടെ അവർക്ക് സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. അതുകൂടാതെ മറ്റൊരു പവറും കൂടെ ഉണ്ട് അവർക്ക്. അതായത് ഇവക്ക് ഒരാളെ ടൈം ട്രാവൽ ചെയ്യിക്കാൻ സാധിക്കും. പക്ഷെ ഫുൾ ബോഡി അല്ല ടൈം ട്രാവൽ ചെയ്യുന്നത്. ആ വ്യക്തിയുടെ മനസ്സാണ് സമയത്തിന്റെ പുറകിലേക്ക് പോകുന്നത്. അങ്ങനെ ഫ്യൂച്ചറിലുള്ള ഒരു വ്യക്തിയുടെ കോൺഷ്യസ് മൈൻഡിനെ പാസ്റ്റിലുള്ള അതേ വ്യക്തിയുടെ മനസ്സിലേക്ക് സഞ്ചരിപ്പിക്കാനാണ് അവൾക്ക് സാധിക്കുക. ഇപ്പോൾ ബിഷപ്പിന്റെ മൈൻഡിനെ അവന്റെ തന്നെ പാസ്റ്റിന്റെ രൂപത്തിലേക്ക് അയച്ചിട്ട് ഇങ്ങനെ ഒരു സെന്റിനൽസിന്റെ അറ്റാക്ക് ഉണ്ടാവും എന്നൊരു വാർണിംഗ് അവന്റെ ആ ഫ്രണ്ട്സിന് കൊടുപ്പിക്കുകയാണ്. വാർണിംഗ് കിട്ടിയതുകൊണ്ട് തന്നെ പാസ്റ്റിൽ അവരെല്ലാവരും അതിനു വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുത്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നടന്ന സെന്റിനൽസിന്റെ അറ്റാക്ക് ഒന്നും പിന്നീട് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോയത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ബോബിയും കൂട്ടരും ഇപ്പോഴുള്ളത് പുതിയൊരു സ്ഥലത്താണ്. ആ സ്ഥലം സെൻസ് ചെയ്തിട്ട് പ്രൊഫസർ എക്സും ടീമും കൂടെ ആ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോഴാണ് ബോബിക്കും കൂട്ടർക്കും ശരിക്കും ഒന്ന് ആശ്വാസമാവുന്നത്. അങ്ങനെ അവരെ കണ്ട ഉടനെ തന്നെ കിറ്റിയും കൂട്ടരും അവരിപ്പോൾ എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങി. അതായത് ആ സെന്റിനൽസ് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ആദ്യം അത് കാണുന്നത് വാർപാത്ത് എന്ന് പറയുന്ന ഒരു മ്യൂട്ടന്റ് ആണ്. അവൻ ആ കാര്യം ഉടനെ തന്നെ കിറ്റിയുടെ അടുത്ത് പറയും. കിറ്റി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബിഷപ്പിനെ പാസ്റ്റിലേക്ക് അയച്ചിട്ട് അവർക്ക് തന്നെ വാർണിംഗ് കൊടുക്കും. ആ വാർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള പണി ബ്ലിങ്കിന്റേതാണ്. ഇവക്ക് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും പോർട്ടൽ ഓപ്പൺ ആക്കാൻ സാധിക്കും. അങ്ങനെ ആ പോർട്ടൽ വഴിയാണ് പെട്ടെന്ന് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞാലും ആ സെന്റിനൽസ് എല്ലാം അങ്ങോട്ട് വരും. പക്ഷെ അവരവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ ബോബിയും കൂട്ടരും അവിടെ ഉണ്ടായിരുന്നു എന്നതിനൊരു തെളിവ് അവർക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതാണ് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടൈം ട്രാവൽ ചെയ്യിക്കാനുള്ള കഴിവ് കിറ്റിക്കുണ്ട് എന്ന കാര്യം ലോഗൻ ഇപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും കൗതുകമായി. അങ്ങനെ അവൾ ആ കാര്യം പറഞ്ഞതിന് ശേഷം പ്രൊഫസർ എക്സ് സംസാരിക്കാൻ തുടങ്ങി. ഈ സെന്റിനൽസ് എന്ന പ്രോഗ്രാം ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് 1970 ബൊളിവർ ട്രാസ്ക് എന്ന പേരിലുള്ള ഒരാളായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. അയാൾ ഒരു വെപ്പൺ ഡിസൈനർ ആയിരുന്നു. പക്ഷെ ആയുധങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിനിടയിൽ അയാൾ മ്യൂട്ടൻസിന്റെ ശരീരത്തിനകത്ത് എന്തൊക്കെയോ പരീക്ഷണങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യം കണ്ടെത്തിയത് മിസ്റ്റീക്ക് ആണ്. അയാൾ നല്ല രീതിയിൽ മ്യൂട്ടൻസിനെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അയാളെ കൊല്ലണം എന്നായിരുന്നു മിസ്റ്റീക്കിന്റെ തീരുമാനം. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം 1973 അവൾ ആ ബൊളിവർ ട്രാസ്കിനെ വെടിവെച്ചു കൊന്നു. എല്ലാം അവസാനിപ്പിക്കാം എന്ന് കരുതിയിട്ടാണ് അവൾ അത് ചെയ്തത്. എന്നാൽ അത് എല്ലാത്തിന്റെയും തുടക്കമായിരുന്നു. അവൾ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ നടന്നത്. ബൊളിവർ ട്രാസ്കിനെ കൊന്ന അന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് ഒക്കെ മിസ്റ്റീക്കിനെ പിടിച്ചു. അതിനുശേഷം അവളുടെ ശരീരത്തിൽ പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി. അവളുടെ DNA ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവളുടെ ആ രൂപം മാറാനുള്ള ടെക്നിക്ക് എങ്ങനെയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ ആ ടെക്നിക്ക് വെച്ചിട്ടാണ് അവർ സെന്റിനൽസിനെ ഡിസൈൻ ചെയ്തത്. ഈ സെന്റിനൽസിനും മ്യൂട്ടൻസിന്റെ പവറുകൾ അനുകരിക്കാൻ സാധിക്കും. ഇതെല്ലാം സംഭവിക്കാൻ കാരണം 1973 മിസ്റ്റിക് ആ ബൊളിവർ ട്രാസ്കിനെ കൊന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കിറ്റി നിന്റെ പവർ വെച്ചിട്ട് എന്നെ 1973 അയക്കുകയാണെങ്കിൽ എനിക്ക് മിസ്റ്റീക്കിന്റെ മനസ്സ് മാറ്റി അവൾ ആ ഉദ്യമത്തിൽ നിന്നും തടയാൻ സാധിക്കും. മാത്രമല്ല അവൾ അവിടെ നിന്ന് രക്ഷിക്കാനും കഴിയും. അങ്ങനെ വരുമ്പോൾ അവളുടെ ശരീരത്തിൽ ഒരു പരീക്ഷണങ്ങളും മനുഷ്യർ നടത്തത്തില്ല. സെന്റിനൽസിനെ സൃഷ്ടിക്കാനും അവർക്ക് സാധിക്കത്തില്ല. ചുരുക്കി പറഞ്ഞാൽ
യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യുദ്ധം നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിനക്ക് എന്നെ പാസ്റ്റിലേക്ക് അയക്കാൻ സാധിക്കുമോ എന്നാണ് പ്രൊഫസർ എക്സ് കിറ്റിയുടെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ സാധാരണ ദിവസങ്ങൾക്ക് പുറകിലേക്ക് ആളുകളെ അയച്ചിട്ടുള്ളൂ, ഒരുപക്ഷെ മാസങ്ങൾക്ക് പുറകിലേക്ക് അയക്കാൻ സാധിക്കും. ഇതിപ്പോ നിങ്ങൾ പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേയുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ എനിക്കതിന് പറ്റിയാലും നിങ്ങളുടെ ശരീരം അത് താങ്ങിക്കൊള്ളുന്നില്ല, നിങ്ങളുടെ മനസ്സെല്ലാം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ കാര്യം മാത്രമല്ല, ഞാൻ ആരുടെ മനസ്സ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പിലേക്ക് അയച്ചാലും അവരുടെ ആരുടെയും ശരീരം അത് താങ്ങാൻ പോകുന്നില്ല, ശരീരം മൊത്തം കീറി മുറിഞ്ഞു പോത്തേ ഉള്ളൂ എന്നൊക്കെയാണ് കിറ്റി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അതിന് മറുപടി പറയുന്നത് ലോകനാണ്. അങ്ങനെ ശരീരം കീറി മുറിയാത്ത ഒരാളുണ്ടെങ്കിലോ ഇനി കീറി മുറിഞ്ഞാലും അത് ഉടനെ തന്നെ ശരിയായിക്കോളും. ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ തന്നെയാണ്. എന്നെ നിനക്ക് പാസ്റ്റിലേക്ക് അയച്ചൂടെ എന്നാണ് ലോകൻ ചോദിക്കുന്നത്. അത് നല്ലൊരു ഐഡിയ ആണ് എന്നെല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ഉടനെ തന്നെ ലോകനെ പാസ്റ്റിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവർ ആരംഭിച്ചു. ബോബിയും കൂട്ടരും ആ സെന്റിനൽസ് അങ്ങോട്ട് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ആ ബിൽഡിങ്ങിന്റെ പുറത്ത് കാവൽ നിൽക്കുകയാണ്. അങ്ങനെ ആ പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പ് ചാൾസ് ലോകന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. 1973 നീ ഇപ്പൊ പോകാൻ പോകുന്നത്. ആദ്യം നീ ചെയ്യേണ്ടത് എന്നെ വന്ന് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, എനിക്കപ്പോ പവറുകളില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്റെ മനസ്സ് വായിച്ചിട്ട് നീ ഫ്യൂച്ചറിൽ നിന്നാണ് വരുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. മാത്രമല്ല അന്നത്തെ കാലത്ത് ഞാനൊരു വൃത്തികെട്ട സ്വഭാവത്തിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് നീ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് ചാൾസ് പറയുന്നത്. അയാൾ അത് പറഞ്ഞു കഴിയുമ്പോൾ മാഗ്നിറ്റോ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഞാനും ചാൾസും ശത്രുക്കളാണ്. മാത്രമല്ല മിസ്റ്റീക്ക് എന്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു മിഷൻ നടത്തേണ്ടതായതുകൊണ്ട് തന്നെ എനിക്കും ചാൾസിനും ഒന്നിക്കണം. പക്ഷെ അന്ന് ഞങ്ങൾ ശത്രുക്കളായതുകൊണ്ട് നീ വേണം ഞങ്ങളെ ഒന്നിപ്പിക്കാൻ എന്നൊക്കെയാണ് മാഗ്നിറ്റോ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ലോകൻ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ മാഗ്നിറ്റോയും ചാൾസും സംസാരിച്ചതിന് ശേഷം അവനെ ടൈം ട്രാവൽ ചെയ്യിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ കിറ്റി പറയാൻ തുടങ്ങി. അതായത് അവന്റെ മനസ്സ് ഭൂതകാലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ലോകന്റെ ശരീരം ഇവിടെ ഉറക്കത്തിലായിരിക്കും. അവന്റെ ഇവിടുത്തെ ശരീരത്തിൽ ഭൂതവും ഭാവിയും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവൻ പാസ്റ്റിൽ എന്തൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാലും അത് മുഴുവൻ ചരിത്രത്തെ ആയിരിക്കും മാറ്റിമറിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണോ മാറി മറിഞ്ഞത് എന്ന കാര്യം ലോകന്റെ മനസ്സിൽ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ 50 വർഷം എന്നത് അവരുടെ മനസ്സിൽ ഉണ്ടാവത്തേയില്ല. അവർക്കെല്ലാം നോർമൽ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും വർഷത്തെ കാര്യങ്ങളൊക്കെ ലോകന്റെ മനസ്സിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ വളരെ കുറച്ച് സമയം മാത്രമേ ലോകൻ പാസ്റ്റിൽ തുടരാൻ പാടുള്ളൂ. കാരണം ആ സെന്റിനൽസ് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അവരെങ്ങാനും ഇങ്ങോട്ട് വന്നിട്ട് ഈ പ്രൊസീജിയർ എങ്ങാനും തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അതോടെ എല്ലാം അവസാനിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് സമയം മാത്രമേ പാസ്റ്റിൽ തുടരാൻ പാടുള്ളൂ. ഇത് നമ്മുടെ അവസാനത്തെ അവസരമാണ്, നമുക്ക് ഇതിൽ വിജയിച്ചേ പറ്റൂ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ലോകനാണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ ലോകന്റെ തലയിൽ കൈവച്ചിട്ട് അവളുടെ ശക്തി പ്രയോഗിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ലോകന്റെ മനസ്സ് പാസ്റ്റിൽ അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലോകൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ ഇപ്പോൾ ഒരു ഹോട്ടൽ റൂമിൽ കിടക്കുകയാണ്. അവന്റെ കൂടെ ഒരു പെണ്ണുണ്ട്. അത് അവൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അവന്റെ ബോസിന്റെ മകളാണ്. ഇടയ്ക്കിടയ്ക്ക് അവൻ അവളെയും വിളിച്ചുകൊണ്ട് ഇതുപോലത്തെ റൂമിലേക്ക് വരാറുണ്ട്. ഇന്നത്തെ ദിവസം ആ സംഭവം അറിഞ്ഞിട്ട് ബോസിന്റെ കുറച്ച് അനുയായികളും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരെല്ലാം ലോകനെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പെട്ടെന്നാണ് ലോകൻ അവന്റെ ക്ലോസ് പുറത്തേക്ക് എടുക്കുന്നത്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ അവന്റെ ശരീരത്തിൽ ആ അഡമാൻഡിയെ ഇഞ്ചെക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന്റെ നാച്ചുറൽ ആയിട്ടുള്ള ബോൺസ് ആണ് പുറത്തേക്ക് വരുന്നത്. അതെല്ലാം കാണുമ്പോൾ അവിടേക്ക് വന്ന ആളുകളൊക്കെ അവന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ലോകൻ ആ മുഴുവൻ ആൾക്കാരെയും വെട്ടിവീഴ്ത്തുകയാണ്. ഇതേ സമയം ആ ട്രാസ്ക് ആണെങ്കിൽ പട്ടാളക്കാരുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് ആ സെന്റിനൽ എന്ന ആശയം അയാൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കുറച്ച് മ്യൂട്ടൻസിന് മാത്രമേ അവർ കണ്ടെത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മ്യൂട്ടൻസിനെയൊക്കെ നശിപ്പിക്കാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ആയുധം ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ആ പട്ടാളക്കാർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ വളരെ കുറച്ച് മ്യൂട്ടൻസിനെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ എന്ന കാര്യം സത്യം തന്നെയാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ അവരുടെ ശക്തികൾ വില കുറച്ച് കാണരുത്. ഒരുപക്ഷെ നമ്മൾ മനുഷ്യരുടെ വംശത്തെ തന്നെ അവരില്ലാതാക്കിയേക്കും. അതുകൊണ്ട് നമുക്ക് ഈ വെപ്പൺ ഡെവലപ്പ് ചെയ്യണം എന്നാണ് ട്രാസ്ക് പറയുന്നത്. പക്ഷെ ആ പട്ടാളക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഇപ്പൊ തന്നെ പല രാജ്യങ്ങളുമായിട്ട് ശത്രുതയുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ തീർക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ആയുധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ മ്യൂട്ടൻസിന്റെ കാര്യം നമ്മളിപ്പോൾ പരിഗണിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ സമയം തന്നെ ഒരു പട്ടാള ക്യാമ്പിനകത്ത് കുറച്ച് മ്യൂട്ടൻസിനെ പാർപ്പിച്ചിട്ടുണ്ട്. ആ ട്രാസ്കിന് പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ്. അവരെ കാണാൻ വേണ്ടിയിട്ട് ആ പട്ടാളത്തിന്റെ കേണൽ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അയാൾ അവരെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആ സ്ട്രൈക്കർ അങ്ങോട്ട് വരുന്നത്. ഇത് സ്ട്രൈക്കറിന്റെ ചെറുപ്പകാലമാണ്. അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് ആ മ്യൂട്ടൻസിന്റെ ഒക്കെ ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ അയാളും എന്തൊക്കെയോ പരീക്ഷണങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ കേണൽ ആണെങ്കിൽ ആ ബ്ലഡ് എടുക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം അത് കേണൽ ആയിരുന്നില്ല, അത് മിസ്റ്റീക്ക് ആയിരുന്നു. അവൾ വേഗം തന്നെ അവളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് വരുന്നു. അത് കണ്ട ഉടനെ തന്നെ സ്ട്രൈക്കറിന്റെ അനുയായികളൊക്കെ അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ
തന്നെ ആ മ്യൂട്ടൻസും മിസ്റ്റിക്കും ചേർന്നിട്ട് സ്ട്രൈക്കറിന്റെ മുഴുവൻ ആളുകളെ ഇടിച്ചു വീഴ്ത്തുന്നു. അങ്ങനെ അവരൊക്കെ ഇടിച്ചിട്ടതിന് ശേഷം അവർ വേഗം തന്നെ അവിടെയുള്ള ഒരു വിമാനത്തിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇതേ സമയം തന്നെ ലോഗനാണെങ്കിൽ നേരെ പോകുന്നത് പ്രൊഫസർ എക്സിന്റെ വീട്ടിലേക്കാണ്. അവൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു സ്കൂളേ ഇല്ല. അവൻ അവിടുത്തെ ബെല്ലടിക്കുമ്പോൾ ഹാങ്ക് ആണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്. ഇവിടുത്തെ സ്കൂളൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പൂട്ടിപ്പോയി, നിങ്ങൾ വല്ല രക്ഷിതാവുമാണോ എന്നൊക്കെയാണ് ഹാങ്ക് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ ആരാണെന്നുള്ളതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും, എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് പ്രൊഫസറിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറാൻ തുടങ്ങി. എന്നാൽ ഹാങ്ക് ആണെങ്കിൽ അവൻ അകത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. അത് കാണുമ്പോൾ ലോഗൻ അവന്റെ മൂക്കിനിട്ട് ഒരു ഇടി കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അവന്റെ ആ ബീസ്റ്റ് എന്ന രൂപം പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഹാങ്കും ലോഗനും തമ്മിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പ്രൊഫസർ അങ്ങോട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ഹാങ്ക് ഫൈറ്റ് ചെയ്യുന്നത് നിർത്തുകയും ചെയ്യുന്നു. പ്രൊഫസർ നടന്നിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ ലോഗന് ശരിക്കും അത്ഭുതമായി. അപ്പോൾ നിങ്ങളുടെ നടു തളർന്നു പോയതല്ലേ എന്നൊക്കെ ലോഗൻ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ കഥയാണ്. അതൊക്കെ പോട്ടെ, നീ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നീ ആരാണ്, ചാൾസ് ചോദിക്കുന്നു. ഈ സമയത്താണ് അവൻ എന്തിനാണ് ഇപ്പൊ അങ്ങോട്ട് വന്നത് എന്ന കാര്യങ്ങളൊക്കെ ലോഗൻ അയാളുടെ അടുത്ത് പറയുന്നത്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് 50 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ തന്നെയാണ് എന്നെ ഇപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും കുറിച്ച് ചാൾസിന്റെ അടുത്ത് പറയാണ്. ലോഗൻ ആ പറയുന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ ചാൾസ് അതിന് മറുപടി പറയാൻ തുടങ്ങി. സമ്മതിച്ചു, നീ പറയുന്നൊക്കെ ഞാൻ വിശ്വസിക്കാം. പക്ഷെ മിസ്റ്റേക്കിന്റെ കാര്യം നീ വിചാരിക്കുന്ന പോലെയല്ല. അവൾ ഇത്രയും കാലം എറിക്കിന്റെ കൂടെയായിരുന്നു. ഇനി ഞാൻ പറഞ്ഞാലൊന്നും അവൾ എന്നെ അനുസരിക്കാൻ പോകുന്നില്ല. അവൾ അവനെ മാത്രമേ അനുസരിക്കത്തുള്ളൂ. ആ മാഗ്നറ്റോ ഉള്ളത് കൊണ്ട് തന്നെ നിന്റെ ഈ പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് ചാൾസ് പറയുന്നത്. നടക്കും പ്രൊഫസർ, അതിനുവേണ്ടി മാഗ്നറ്റോയെ കൂടെ നമ്മുടെ സൈഡിലേക്ക് ആക്കണം. അപ്പൊ പിന്നെ മിസ്റ്റേക്കിനെ നമുക്ക് രക്ഷിക്കുകയും ചെയ്യാം, ലോഗൻ പറയുന്നു. അതെല്ലാം കേൾക്കുമ്പോൾ ചാൾസിന് ശരിക്കും ചിരിയാണ് വരുന്നത്. എന്ത് നടക്കുമെന്നാണ് നീ പറയുന്നത്? മാഗ്നറ്റോ ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന കാര്യം നിനക്കറിയാമോ? അവനിപ്പോൾ ഈ ഭൂമിയിലെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു ജയിലിലാണുള്ളത്, അതും അമേരിക്കൻ പ്രസിഡന്റിനെ കൊന്ന കുറ്റത്തിന്. അവിടെ നിന്നും അവനെ പുറത്തു കൊണ്ടുവരാൻ ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ട് നീ പോയി നിന്റെ പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ അയാളുടെ റൂമിലേക്ക് പോകുന്നു. പ്രൊഫസറിന്റെ ആ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ലോഗന് ശരിക്കും നിരാശയായി. ഇയാൾ എന്താ ഇപ്പൊ ഇങ്ങനെ പെരുമാറുന്നത്? സാധാരണ ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ ഇയാൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇതിപ്പോ എന്തു പറ്റി? അവൻ ഹാങ്കിന്റെ അടുത്ത് ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഹാങ്ക് ചാൾസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. എറിക്കും ചാൾസും പിരിഞ്ഞേൽ പിന്നെ അയാൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. മദ്യമില്ലാതെ ഒറ്റ ദിവസം പോലും അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല. മാത്രമല്ല അയാളുടെ ആ നടുവിനേറ്റ പരിക്ക് അയാളെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു സീറം ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നടക്കാൻ സാധിക്കും. പക്ഷേ അയാളുടെ ആ സൂപ്പർ പവർ ഇല്ലാതാവും. ഇപ്പോൾ അയാൾ ആ സീറം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാൾസിന് ഇപ്പോൾ ആരുടെയും മനസ്സിലേക്ക് കയറാൻ സാധിക്കത്തില്ല. ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയിൽ അത് തന്നെയാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹാങ്ക് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഇനി ചാൾസിനെ കൊണ്ട് ഉപകാരമൊന്നുമില്ല എന്ന കാര്യം ലോഗന് മനസ്സിലായി. അവൻ അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് ചാൾസ് വീണ്ടും അങ്ങോട്ട് വരുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്നെ സഹായിക്കാൻ തയ്യാറാണ്, പക്ഷെ അത് എറിക്കിന് വേണ്ടിയിട്ടല്ല, മിസ്റ്റേക്കിന് വേണ്ടിയിട്ടാണത്. അവളുടെ ജീവൻ രക്ഷിക്കാൻ ഞാനും നിന്റെ കൂടെയുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എറിക്ക് ഇപ്പോഴുള്ളത് ആ ജയിലിനകത്താണ്. അവിടെ നിന്ന് എങ്ങനെ അവനെ പുറത്തിറക്കും എന്നാണ് ചാൾസ് ചോദിക്കുന്നത്. അത് കുഴപ്പമില്ല, അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരു മ്യൂട്ടന്റ് ഉണ്ട്, പീറ്റർ എന്നാണ് അവന്റെ പേര്. അവന് സൂപ്പർ സ്പീഡ് ഉണ്ട്. അവനെ വെച്ചിട്ട് നമുക്ക് എറിക്കിനെ അവിടെ നിന്ന് പുറത്തിറക്കാം എന്നാണ് ലോഗൻ പറയുന്നത്. അവൻ ആ പറയുന്നത് കേൾക്കുമ്പോൾ ചാൾസും ഹാങ്കും അതിന് ഓക്കെ പറയുന്നു. ഇതേ സമയം തന്നെ മിസ്റ്റേക്ക് ആണെങ്കിൽ ആ ടാസ്കിന്റെ രൂപത്തിൽ അയാളുടെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. അയാൾ അവിടെ പരീക്ഷണം നടത്തുന്ന ആ മ്യൂട്ടൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാനാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൾ ആ ടാസ്കിന്റെ സീക്രട്ട് വോൾട്ടിന്റെ അകത്തേക്ക് കയറിയിട്ട് ആ ഡീറ്റെയിൽസ് എല്ലാം വേഗം തന്നെ അവിടെ നിന്ന് എടുക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ലോഗനും കൂട്ടിന് നേരെ പോകുന്നത് പീറ്ററിന്റെ വീട്ടിലേക്കാണ്. അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അവൻ ആദ്യം വരാമെന്ന് സമ്മതിക്കുന്നില്ല. ഇത്രയും ചീള് കേസിലൊന്നും ഞാൻ ഇടപെടാറില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ വിചാരിക്കുന്ന പോലെ ഇതൊരു ചീള് കേസല്ല. ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു വാൾട്ടിന്റെ അകത്താണ് ഞങ്ങൾക്ക് വേണ്ട വ്യക്തിയെ പൂട്ടിയിട്ടിരിക്കുന്നത്. പുള്ളി അവിടെ നിന്ന് രക്ഷിക്കാമെന്ന് പറയുന്നത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല നിനക്കിത് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ അതിന് പോകാൻ താല്പര്യമുണ്ട്. പക്ഷെ അവരെല്ലാവരും കൂടെ ഇവനെ പെടുത്തിക്കളയോ എന്ന ചിന്തയിലാണ് അവൻ. ഈ സമയത്താണ് അവരെല്ലാവരും അവനെ പോലെ തന്നെ മ്യൂട്ടൻസ് ആണ് എന്ന കാര്യം ലോഗൻ പറയുന്നത്. അവർ മ്യൂട്ടൻസ് ആണെന്ന് മനസ്സിലാവുമ്പോൾ പീറ്റർ അവരുടെ കൂടെ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉടനെ തന്നെ അവരെല്ലാവരും കൂടെ മാഗ്നറ്റോയെ പൂട്ടിയിട്ടിരിക്കുന്ന ആ ജയിലിന്റെ അകത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു എക്സിബിഷനും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. അങ്ങോട്ട് കയറി ഉടനെ തന്നെ ഹാങ്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ ഒരു ഡിവൈസ് വെച്ചിട്ട് ആ ജയിലിലുള്ള മുഴുവൻ CCTV ക്യാമറകൾ ഓഫ് ചെയ്യാണ്. അതിനുശേഷം മറ്റെന്തൊക്കെയോ വിഷ്വൽസ് ആണ് അതിൽ കാണിക്കുന്നത്. ഈ സമയത്താണ് മാഗ്നറ്റോയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു ഗാർഡ് അതിനകത്തേക്ക് പോകുന്നത്. അയാൾ അതിന്റെ അകത്തേക്ക് കയറുന്നും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാണ് പീറ്റർ. അയാൾ കയറി ഉടനെ തന്നെ പീറ്റർ പെട്ടെന്ന് തന്നെ അയാളെ ഇടിച്ചു വീഴ്ത്താണ്. അതിനുശേഷം ആ ഗാർഡിന്റെ ഡ്രസ്സും ധരിച്ചിട്ട് ആ ഭക്ഷണവുമായിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ വേഗം തന്നെ അവൻ മാഗ്നറ്റോയെ പൂട്ടിയിട്ടിരിക്കുന്ന ജയിലിന്റെ അകത്ത്
അകത്തെത്തി. അവൻ നിൽക്കുന്നതിന്റെ താഴെയാണ് മാഗ്നിറ്റോ കിടക്കുന്നത്. അവിടെ മൊത്തത്തിൽ ഗ്ലാസ് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിലുള്ള ഗ്യാപ്പിലൂടെയാണ് മാഗ്നിറ്റോയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്. പീറ്റർ അവിടുത്തെ ഗ്ലാസ് മൊത്തം തകർക്കാൻ പോവാണ്. എന്നാൽ ഭക്ഷണം പുതിയിൽ എഴുതിയിട്ടാണ് അവൻ ആ ഭക്ഷണം മാഗ്നിറ്റോയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെ മാഗ്നിറ്റോ അത് വായിച്ചു കഴിയുമ്പോൾ പീറ്റർ അവന്റെ പണി ആരംഭിക്കുകയാണ്. അവൻ അവന്റെ കൈ വളരെ വേഗത്തിൽ ആ ഗ്ലാസിന്റെ മുകളിൽ വെച്ച് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ആ ഗ്ലാസ് മൊത്തം പൊട്ടിപ്പോവാണ്. ആ ഗ്ലാസ് മൊത്തം താർന്നുകൊണ്ട് തന്നെ ആ ജയിലിൽ മൊത്തം അലാറം മുഴങ്ങാൻ തുടങ്ങി. മാത്രമല്ല അവിടുത്തെ ഡോറൊക്കെ ക്ലോസ് ആയി പോവുകയും ചെയ്യുന്നു. ആ അലാറം മുഴങ്ങുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഹാങ്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ ആ ഡിവൈസിൽ മറ്റൊരു ബട്ടൺ ഓൺ ആക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ മൊത്തത്തിൽ ആ സ്പ്രിംഗ്ലർ വഴി വെള്ളം സ്പ്രേ ചെയ്യാൻ തുടങ്ങി. ഈ ഒരു സമയമാകുമ്പോഴേക്കും മാഗ്നിറ്റോ മുകളിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്നവനൊരു പിടുത്തവും കിട്ടുന്നില്ല. 3 സെക്കൻഡിനകം ഈ ഡോർ തുറക്കും. പിന്നീട് ഇങ്ങോട്ട് വരുന്നത് 20 ഗാർഡ്സ് ആയിരിക്കും. എങ്ങനെയാണ് അവരിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്നാണ് മാഗ്നിറ്റോ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവര് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നീ നേരിട്ട് കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ മാഗ്നിറ്റോയും പിടിച്ച് അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഡോറും തുറന്നിട്ട് ആ ഗാർഡ്സ് എല്ലാം അങ്ങോട്ട് വരുന്നു. ഈ ഒരു അവസരത്തിൽ പീറ്റർ പെട്ടെന്ന് തന്നെ മാഗ്നിറ്റോയും പിടിച്ചിട്ട് അവന്റെ സൂപ്പർ സ്പീഡിൽ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ അവൻ മാഗ്നിറ്റോയും കൊണ്ട് നേരെ ചെല്ലുന്നത് അവൻ എൻ്റർ ആയ സ്ഥലത്തേക്കാണ്. ഈ സമയത്താണ് ആ ഡോറും തുറന്നിട്ട് ചാൾസും ലോഗനും അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ ചാൾസ് മാഗ്നിറ്റോയുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിനക്ക് തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരാളെയും നീ കൊല്ലാൻ പാടില്ല. ഞാൻ എന്തു പറയുന്നോ അത് മാത്രമേ നീ അനുസരിക്കാൻ പാടൂ എന്നൊക്കെയാണ് ചാൾസ് പറയുന്നത്. മാഗ്നിറ്റോ ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് വീണ്ടും കുറെ പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. അവരെ കൺട്രോൾ ചെയ്യാൻ ചാൾസിന് ഇപ്പോൾ പവർ ഇല്ല എന്ന കാര്യം മാഗ്നിറ്റോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ പവർ വെച്ചിട്ട് അവിടുത്തെ ഇരുമ്പിന്റെ സാധനങ്ങളൊക്കെ മുകളിലേക്ക് ഉയർത്താൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ആ ഗാർഡ്സ് ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് പീറ്റർ അവന്റെ സൂപ്പർ സ്പീഡ് മോഡ് ഓൺ ആക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാവരും അവിടെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. അതിനിടയിൽ പീറ്റർ കൂളായിട്ട് ഓരോരോ പോലീസുകാരുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അതിനുശേഷം അവരുടെ കയ്യിലെ തോക്കിന്റെ പൊസിഷൻസ് ഒക്കെ മാറ്റിവെക്കുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവൻ നേരെ പോകുന്നത് മാഗ്നിറ്റോയുടെയും കൂട്ടരുടെ അടുത്തേക്കാണ്. ആ വെടിയുണ്ടയൊക്കെ അവരുടെ തൊട്ടടുത്ത് എത്താനായിട്ടുണ്ട്. അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ വെടിയുണ്ടയെല്ലാം അവിടെ നിന്ന് തട്ടി മാറ്റാണ്. അങ്ങനെ ആ പരിപാടികളൊക്കെ തീർത്ത് അവൻ നോർമൽ അവസ്ഥയിലേക്ക് മാറുമ്പോൾ ആ ഗാർഡ്സ് എല്ലാം അവിടെ നിന്ന് തെറിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരുടെ എല്ലാവരുടെയും പണി തീർത്തിട്ട് ലോഗനും കൂട്ടരും മാഗ്നിറ്റോയും കൊണ്ട് ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ പീറ്ററിനെ സേഫ് ആക്കി പറഞ്ഞു വിട്ടതിന് ശേഷം ലോഗനും കൂട്ടരും കൂടെ മാഗ്നിറ്റോയും കൊണ്ട് പോകുന്നത് പാരീസിലേക്കാണ്. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള വിമാനത്തിലാണ് അവരുടെ യാത്ര. ഈ ഒരു അവസരത്തിൽ ആരാണ് ലോഗൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നും എന്താണ് അവന്റെ ഉദ്ദേശമെന്നും ഈ കാര്യങ്ങളൊക്കെ ലോഗൻ മാഗ്നിറ്റോയുടെ അടുത്ത് പറയുന്നുണ്ട്. ആ യാത്രക്കിടെ ചാൾസ് ആണെന്നുണ്ടെങ്കിൽ വളരെ ദേഷ്യത്തോടെയാണ് മാഗ്നിറ്റോയുടെ അടുത്ത് പെരുമാറുന്നത്. അതിന്റെ മെയിൻ കാരണം അയാൾ ചാൾസിനെ ഉപേക്ഷിച്ചു പോയതാണ്. മാത്രമല്ല റേവനെ അവൻ ചാൾസിൽ നിന്ന് അകറ്റുകയും ചെയ്തു. ഇതൊന്നും കൂടാതെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. അത് അവൻ ആ പ്രസിഡന്റിനെ കൊന്ന കാര്യമാണ്. എന്നാൽ ആ കാര്യത്തിൽ മാത്രം ഒരു മാറ്റമുണ്ട്. യഥാർത്ഥത്തിൽ മാഗ്നിറ്റോ അല്ല പ്രസിഡന്റിനെ കൊന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രസിഡന്റ് ഒരു മ്യൂട്ടന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പ്രസിഡന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് മാഗ്നിറ്റോ ശ്രമിച്ചത്. അതിനിടയിൽ മറ്റാരോ വന്നിട്ട് അയാളെ കൊല്ലുകയാണ് ചെയ്തത്. എന്നാൽ പോലീസിന്റെ മുന്നിൽ മാഗ്നിറ്റോ ആയിരുന്നു തെറ്റുകാരൻ. അതുകൊണ്ട് തന്നെ അവർ ഉടനെ തന്നെ അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു അവസരത്തിലാണ് എറിക് ചാൾസിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഇന്നാണ് മിസ്റ്റിക്ക ട്രാസ്കിനെ കൊല്ലുന്നത്. ഇന്നത്തെ ദിവസം മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്നാണ് അമേരിക്ക വിയറ്റ്നാമീസ് യുദ്ധം ജയിച്ചത്. അതിന്റെ ആ സന്തോഷത്തിൽ എല്ലാവരും ഇരിക്കുമ്പോഴാണ് ട്രാസ്ക് അയാളുടെ ആ സെന്റിനൽസ് എന്ന ആശയം എല്ലാവരുടെ അടുത്തും പറയുന്നത്. അയാൾ ഇപ്പോ സെന്റിനൽസ് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുകയാണ്. മ്യൂട്ടൻസിനെ കണ്ടാൽ തന്നെ അതിനെ തിരിച്ചറിയാൻ സാധിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സെന്റിനൽസ് എന്ന ആ റോബോട്ടിന്റെ ക്യാപ്പബിലിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ അയാൾ പറയാൻ തുടങ്ങി. ട്രാസ്കിന്റെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് ആ സെന്റിനൽസ് എന്ന് പറയുന്ന റോബോട്ടിന്റെ ശരീരത്തിൽ ഘടിപ്പിക്കും. അത് ഓൺ ആയി കഴിഞ്ഞാൽ എവിടെയാണ് മ്യൂട്ടൻസ് ഉള്ളത് എന്ന കാര്യം സെന്റിനൽസിന് മനസ്സിലാവും. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം ട്രാസ്ക് ആ ഡിവൈസ് ഓൺ ആക്കുകയാണ്. ഈ സമയത്താണ് അയാൾ തീരെ പ്രതീക്ഷിക്കാതെ ആ ഡിവൈസ് ശബ്ദിക്കുന്നത്. അതിന്റെ കാരണം അവരുടെ കൂട്ടത്തിൽ ഒരു മ്യൂട്ടന്റ് ഉണ്ട്. അതാരാണെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് മിസ്റ്റീക് ആണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നത്. അവൾ ഇപ്പോൾ ഒരു പട്ടാളക്കാരന്റെ രൂപത്തിലാണ് ആ കൂട്ടത്തിൽ നിൽക്കുന്നത്. എല്ലാവരും അവളെ പിടിച്ചു എന്ന് മനസ്സിലാവുമ്പോൾ ഉടനെ തന്നെ അവൾ അവളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് വരികയാണ്. അങ്ങനെ മിസ്റ്റീക്ക് വേഗം ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഇടിച്ചിട്ടതാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ആ സ്ട്രൈക്കർ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് അയാൾ ഒരു ഡിവൈസ് വെച്ചിട്ട് മിസ്റ്റീക്കിനെ ഷോക്ക് അടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അവൾ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അതിനിടയിലാണ് ലോഗനും കൂട്ടരും അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ ചാൾസ് വന്നിട്ട് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിലാണ് ലോഗൻ സ്ട്രൈക്കറിനെ ശ്രദ്ധിക്കുന്നത്. അയാളെ കണ്ട ഉടനെ തന്നെ ലോഗന് പഴയ ഓർമ്മകളൊക്കെ വരാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവന്റെ മനസ്സ് മൊത്തം കൊളാപ്സ് ആവുന്നുണ്ട്. അവനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് മാഗ്നിറ്റോയുടെ സ്വഭാവം മാറുന്നത്. ഈ മിസ്റ്റേക്ക് കാരണമാണ് ഭാവിയിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് എന്ന കാര്യം അവന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്കിനെ കൊല്ലാനാണ് അവൻ ശ്രമിക്കുന്നത്. അവൻ വേഗം തന്നെ ഒരു തോക്കെടുത്തിട്ട് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് കണ്ട
കണ്ട ഉടനെ തന്നെ മിസ്റ്റിക് ആണെങ്കിൽ വേഗം തന്നെ ആ ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് ചാടുകയാണ്. അതിനിടയിൽ ഹാങ്ക് എഴുന്നേറ്റ് ചെന്നിട്ട് മാഗ്നറ്റോയെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾ ആ ബുള്ളറ്റ് കൺട്രോൾ ചെയ്തിട്ട് നേരെ മിസ്റ്റിക്കിന്റെ അടുത്തേക്ക് തന്നെയാണ് വിടുന്നത്. അത് കാലിൽ തറച്ച് കയറുന്നതോടുകൂടെ അവളുടെ കൺട്രോൾ വിട്ട് അവൾ നേരെ താഴേക്ക് വീഴാണ്. ഈ സമയം തന്നെ ലോഗന്റെ മൈൻഡ് കൊളാപ്സ് ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം ഫ്യൂച്ചറിലും പ്രതിഫലിക്കുന്നുണ്ട്. അവൻ അവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് എല്ലാവരും കൂടെ അവനെ കൺട്രോൾ ചെയ്ത് പിടിക്കുന്നത്. അങ്ങനെ മൈൻഡ് കൊളാപ്സ് ആയതുകൊണ്ട് പാസ്റ്റിലെ ലോഗൻ ഇപ്പോൾ ഒന്നും തന്നെ ഓർമ്മയില്ല. അവൻ ആരാണെന്നോ എന്തിനാണ് അവനിപ്പോ അങ്ങോട്ട് വന്നതെന്നോ ഒരു കാര്യവും എങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അവന് മനസ്സിലാവുന്നില്ല. അതിനിടയിലാണ് ആ സ്ട്രൈക്കർ എഴുന്നേറ്റ് പോകുന്നത്. അയാൾ അവിടെ നിന്ന് പോകുമ്പോ ലോഗന്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വന്ന ക്ലോ അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് സ്ട്രൈക്കർ ആദ്യമായിട്ട് ലോഗനെ കാണുന്നത്. അതിനിടയിൽ പുറത്താണെങ്കിൽ മറ്റൊരു ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാഗ്നറ്റോ മിസ്റ്റിക്കിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഹാങ്ക് അയാളെ തടയാൻ വേണ്ടി അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് അവർ രണ്ടുപേരും തമ്മിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ മറ്റൊരാളുടെ രൂപത്തിലേക്ക് മാറിയിട്ട് മിസ്റ്റിക് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു. എന്നാൽ മ്യൂട്ടൻസ് എന്ന് പറയുന്ന ഒരു ശക്തി നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലായി. ആ മ്യൂട്ടൻസിന്റെ ഫോട്ടോസ് ഒക്കെ ന്യൂസ് ചാനൽ വഴി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിൽ കിറ്റി ഇപ്പോ ലോഗന്റെ മനസ്സൊക്കെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ലോഗന്റെ മൈൻഡൊക്കെ അവള് തിരിച്ചു പിടിക്കുന്നത്. അതോടൊപ്പം തന്നെ പാസ്റ്റിലുള്ള ലോഗനും എല്ലാ കാര്യവും ഓർമ്മ വരാൻ തുടങ്ങി. അങ്ങനെ അവന് ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടിയതുകൊണ്ട് തന്നെ ചാൾസ് വേഗം തന്നെ ലോഗനെയും കൂട്ടി മിസ്റ്റിക്കിനെ പിടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. എറിക് ഇപ്പോൾ അവന്റെ ഒരു ഹൈഡ് ഔട്ടിലിരിക്കുകയാണ്. അവൻ അവിടെ നിന്ന് പോരുമ്പോൾ ട്രാസ്കിന്റെ ആ സെന്റിനൽസ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ മുഴുവൻ തെളിവുകളും കളക്ട് ചെയ്തിട്ടുണ്ട്. അവൻ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ടിവിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നത്. അതിൽ മിസ്റ്റിക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മിസ്റ്റിക് അവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അവളുടെ ബ്ലഡ് പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേട്ട ഉടനെ തന്നെ മാഗ്നറ്റോ വേഗം മിസ്റ്റിക്കിനെ അന്വേഷിച്ചിറങ്ങുകയാണ്. അങ്ങനെ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ചിട്ട് മാഗ്നറ്റോ മിസ്റ്റിക്കിനെ കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷെ ഓൾറെഡി മിസ്റ്റിക്കിന്റെ ബ്ലഡ് ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഇനി കൊന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. മാഗ്നറ്റോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യരെല്ലാം ചേർന്നിട്ട് നമ്മൾ മ്യൂട്ടൻസിനെതിരെ ഒരു റോബോട്ടിനെ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ മെയിൻ ആയിട്ടും അവർ നിന്റെ DNA ഉൾപ്പെടുത്തുന്നുണ്ട്. അതില്ലാതാക്കാനാണ് ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചത്. ഇപ്പൊ ബ്ലഡ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിന്നെ കൊന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ അവരിപ്പോൾ ആ റോബോട്ടിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാ മനുഷ്യരെയും കൊല്ലണം. അതിന് നീ എന്റെ കൂടെ നിൽക്കണം എന്നൊക്കെയാണ് മാഗ്നറ്റോ പറയുന്നത്. അത് കേൾക്കുമ്പോ ഇല്ല എറിക്, ഇനിയൊരു യുദ്ധത്തിന് ഞാനില്ല. ഓൾറെഡി നമ്മുടെ കുറെ ഫ്രണ്ട്സ് മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തെ കുറിച്ചിട്ടല്ല നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. ഇതിനെല്ലാത്തിനെയും കാരണം ആ ട്രാസ്ക് ആണ്. അവനെ കൊന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. ആ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം തന്നെ ആ ട്രാസ്ക് ആണെന്നുണ്ടെങ്കിൽ മിസ്റ്റിക്കിന്റെ ആ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബ്ലഡ് മാത്രം കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. മിസ്റ്റിക്കിന്റെ ബോൺ മാരോയും അതുപോലെ തന്നെ ബ്രെയിൻ ടിഷ്യൂവും കിട്ടണം. എങ്കിൽ മാത്രമേ അവളുടെ കഴിവുകളുള്ള ഒരു സെന്റിനലിനെ നിർമ്മിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ട്രാസ്ക് പറയുന്നത് സ്ട്രൈക്കറിന്റെ അടുത്താണ്. ഒരു കണക്കിന് നോക്കുമ്പോൾ ഈ സ്ട്രൈക്കറിനെ പോലെ തന്നെയാണ് ഈ ട്രാസ്കും. ഇയാൾക്കും മ്യൂട്ടൻസ് എന്ന് പറഞ്ഞ വെറുപ്പാണ്. മ്യൂട്ടൻസിന്റെ വംശത്തെ തന്നെ ഇല്ലാതാക്കണം എന്നാണ് ഈ ട്രാസ്കിന്റെ ഉദ്ദേശം. സ്ട്രൈക്കറിന്റെ ഉദ്ദേശവും അത് തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോ ട്രാസ്കിന് ഫുൾ സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇതേ സമയം തന്നെ പ്രൊഫസറും കൂട്ടരും അയാളുടെ ആ വീട്ടിലാണ് ഇരിക്കുന്നത്. പ്രൊഫസർ ഇപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അതായത് അയാൾ ഇനി അയാളുടെ ആ നട്ടല് ശരിയാക്കാനുള്ള മരുന്ന് കുത്തിവെക്കുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അയാളുടെ പവറുകളൊക്കെ അയാൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അങ്ങനെ ആ പവറുകളൊക്കെ തിരിച്ചെടുത്ത് അയാൾ നേരെ പോകുന്നത് ആ സെറിബ്രോ എന്ന് പറയുന്ന മെഷീന്റെ അടുത്തേക്കാണ്. അത് ഉപയോഗിച്ചിട്ട് മിസ്റ്റിക് എവിടെയാണുള്ളത് എന്ന് കണ്ടുപിടിക്കാനാണ് അയാളുടെ ശ്രമം. പക്ഷെ അയാളുടെ മനസ്സ് മൊത്തം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. മാത്രമല്ല എറിക്കിനെ പുറത്തു കൊണ്ടുവന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ആ ഒരു കുറ്റബോധം അയാളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്കിപ്പോ ആ സെറിബ്രോ എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അതെല്ലാം മനസ്സിലാവുമ്പോൾ ലോഗൻ പ്രൊഫസറുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്നെ ഇങ്ങോട്ട് അയക്കുന്നതിന് മുമ്പ് ഭാവിയിലെ നിങ്ങളായിരുന്നു ഇങ്ങോട്ട് വരാൻ ആദ്യം തീരുമാനിച്ചത്. പക്ഷെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണ് നിങ്ങൾ തന്നെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ മനസ്സിന്റെ അകത്തേക്ക് കയറ്. എന്നിട്ട് ഫ്യൂച്ചറിൽ എന്താണ് നടക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ശരിക്കൊന്ന് മനസ്സിലാക്ക്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നാണ് ലോഗൻ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ചാൾസ് ആണെങ്കിൽ ലോഗന്റെ മൈൻഡ് സ്കാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവന്റെ മനസ്സ് വഴി ചാൾസ് ഇപ്പൊ ഫ്യൂച്ചറിൽ എത്തിയിട്ടുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ചാൾസ് ആണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ചാൾസ് ഇപ്പോ അവന്റെ തന്നെ ഫ്യൂച്ചറിലെ രൂപത്തിനോട് സംസാരിക്കാൻ തുടങ്ങി. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനുള്ള ഒരു വഴി എനിക്ക് പറഞ്ഞു തരുമോ എന്നൊക്കെയാണ് ചാൾസ് ഫ്യൂച്ചറിൽ അയാളോട് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിന്റെ മനസ്സിന്റെ താളം തെറ്റി കിടക്കുന്നതുകൊണ്ടാണ് നിനക്കിതെല്ലാം സംഭവിക്കുന്നത്. നിന്റെ മനസ്സിന്റെ നിയന്ത്രണം നിന്നിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല എന്നൊക്കെയാണ് ഫ്യൂച്ചറിലെ ചാൾസ് പറയുന്നത്. അങ്ങനെ ഫ്യൂച്ചറിലെ തന്റെ രൂപത്തിനോട് സംസാരിച്ചതിന് ശേഷം അയാൾ തിരിച്ച് പാസ്റ്റിലേക്ക് തന്നെ എത്തി. അതിനുശേഷം അയാൾ വീണ്ടും ആ സെറിബ്രോ വെച്ചിട്ട് റേവനെ സ്കാൻ ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയത്തെ ശ്രമത്തിനുള്ളിൽ തന്നെ അയാൾ റേവനെ കണ്ടെത്തിയിട്ടുണ്ട്. അവൾ ഇപ്പോൾ ഒരു എയർപോർട്ടിലാണ് നിൽക്കുന്നത്. ആ ട്രാസ്കിനെ കൊല്ലാൻ വേണ്ടി വാഷിംഗ്ടൺ DC-യിലേക്ക് പോകാനാണ് അവൾ ഇപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ചാൾസ് അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ രൂപത്തിലൂടെ അവളുടെ അടുത്ത്
സംസാരിക്കാൻ തുടങ്ങി. നീ ഇപ്പൊ കാണിക്കുന്നത് വളരെ മണ്ടത്തരമാണ്. ആ ട്രാസ്കിനെ കൊന്നതുകൊണ്ട് നീ വിചാരിച്ച പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെയാണ് ചാൾസ് പറയുന്നത്. എന്നാൽ അതൊന്നും മിസ്റ്റിക്ക് ശ്രദ്ധിക്കുന്നില്ല. അവൾ അവളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. താൻ പറഞ്ഞിട്ട് അവളൊന്നും കേൾക്കാത്തതുകൊണ്ട് തന്നെ ചാൾസിന് ശരിക്കും നിരാശയായി. എങ്കിലും അവളെ തടയാൻ വേണ്ടി വാഷിംഗ്ടൺ DC-യിലേക്ക് പോകാനാണ് അയാളുടെ തീരുമാനം. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോൾ മാഗ്നിറ്റോ ആണെങ്കിൽ വാഷിംഗ്ടൺ DC-യിൽ എത്തിയിട്ടുണ്ട്. അയാൾ ആദ്യം പോകുന്നത് അയാളുടെ ആ ഹെൽമെറ്റ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. മാഗ്നിറ്റോ വേഗം തന്നെ അവിടുത്തെ സെക്യൂരിറ്റിയെ കൊന്നിട്ട് ആ ഹെൽമെറ്റ് കയ്യിലെടുക്കുകയാണ്. ഇതേ സമയം തന്നെ ചാൾസും ടീമും കൂടെ ഒരു വിമാനത്തിൽ വാഷിംഗ്ടൺ DC-യിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആ യാത്രയിൽ ലോഗൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചാൾസിന്റെ അടുത്ത് പറയാണ്. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിലൂടെ ഫ്യൂച്ചറിലുള്ള മുഴുവൻ കാര്യങ്ങളും മാറി മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആർക്കും ഒന്നും തന്നെ ഓർമ്മയുണ്ടാവത്തില്ല. എന്നാൽ നിനക്ക് ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും. നീ നേരത്തെ എന്റെ മനസ്സിലേക്ക് കയറിയപ്പോ ഒരുപാട് കാര്യങ്ങൾ കണ്ടതാണ്. അതിൽ എക്സ്മെൻ എന്ന് പറയുന്ന ടീമിനെ നീ കണ്ടതാണ്. ഫ്യൂച്ചറിലുള്ള എല്ലാം മാറി മറിഞ്ഞാലും ആ എക്സ്മെൻ എന്ന ടീമിലുള്ള എല്ലാവരെയും നീ കണ്ടെത്തണം. എന്നിട്ട് ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുകയും വേണം. എന്നിട്ട് നീ ആയിരിക്കണം ഞങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി കാണിച്ചു തരേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലോഗൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ആ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പ്രൊഫസർ അവന് പ്രോമിസ് ചെയ്യുന്നു. ഈ സമയത്താണ് ഫ്യൂച്ചറിൽ മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. കുറെ സെന്റിനൽസ് ഇപ്പോ അവരുടെ ഹൈഡ് ഔട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ആ സെന്റിനൽസ് ഇപ്പോ ആ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ വാർപാത്ത് ആണെങ്കിൽ മറ്റുള്ള എല്ലാവരെയും ആ കാര്യം വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നു. അത് കേട്ട് പ്രൊഫസറും ടീമും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയം തന്നെ പ്രൊഫസറും ടീമും വാഷിംഗ്ടൺ DC-യിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ആ സെന്റിനൽസിനെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ഫംഗ്ഷനാണ് അവിടെ നടക്കുന്നത്. അതിന്റെ ഇടയിലേക്കാണ് ചാൾസും കൂട്ടരും ചെല്ലുന്നത്. ചാൾസ് അവിടെയുള്ള ആളുകളെ ഒക്കെ സ്കാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ മിസ്റ്റിക്കിന് ഇതുവരെയായിട്ട് അയാൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ അവിടുത്തെ ഒരു പോലീസുകാരന്റെ രൂപത്തിൽ മിസ്റ്റിക് അവിടെ നിൽക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് ഒരു തോക്കെടുത്തിട്ട് ആ ട്രാസ്കിനെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ചാൾസ് അവളെ സ്പോട്ട് ചെയ്യുന്നത്. അവളെ കണ്ടെത്തിയ ഉടനെ തന്നെ അവൾ അയാളെ ഫ്രീസ് ആക്കാൻ തുടങ്ങി. അവളാണെങ്കിൽ അനങ്ങാൻ പറ്റാതെ അവിടെ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ മാഗ്നിറ്റോ നേരെ പോകുന്നത് ഒരു സ്റ്റേഡിയത്തിലേക്കാണ്. അവിടെ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ അയാൾ ആ സ്റ്റേഡിയം മൊത്തത്തിൽ ഉയർത്താൻ തുടങ്ങി. ആ സ്റ്റേഡിയം കൊണ്ട് അയാൾ നേരെ പോകുന്നത് ആ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്കാണ്. ആ സ്റ്റേഡിയം മാത്രമല്ല, അവിടെ നിരത്തി നിർത്തിയിരിക്കുന്ന ആ സെന്റിനൽസ് ഉണ്ടല്ലോ, അതിനെയും മാഗ്നിറ്റോ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സെന്റിനൽസിനെ വെച്ചിട്ട് അയാൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ആൾക്കാരൊക്കെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ചാൾസിന് റേവന്റെ മേലുള്ള കൺട്രോൾ പോയിട്ടുണ്ട്. അവൾ ഉടനെ തന്നെ ആ ട്രാസ്കിന്റെ പുറകെ പോകാൻ തുടങ്ങി. ഇതേസമയം ഫ്യൂച്ചറിലാണെങ്കിൽ ആ സെന്റിനൽസ് ഒക്കെ അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ സ്റ്റോം ഒരു കൊടുങ്കാറ്റുണ്ടാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട് ആ സെന്റിനൽസിന്റെ പേടകങ്ങളൊക്കെ തകരാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ആ പേടകങ്ങൾക്കകത്തുള്ള മുഴുവൻ സെന്റിനൽസും അവരുടെ ആ സ്ഥലത്തേക്ക് പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെന്റിനൽസുമായിട്ട് സ്റ്റോമും ടീമും ഒരു കിടിലം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മാഗ്നിറ്റോ പുറത്തേക്ക് വരുന്നത്. അയാൾ ആ ജെറ്റ് വിമാനം കൺട്രോൾ ചെയ്ത് നേരെ ആ സെന്റിനൽസിന്റെ അടുത്തേക്ക് പറത്താൻ തുടങ്ങി. അയാളുടെ പ്ലാൻ മനസ്സിലാക്കിയ ഉടനെ തന്നെ സ്റ്റോം ആണെങ്കിൽ ആ ജെറ്റ് വിമാനത്തിന് നേരെ ഒരു മിന്നൽ അടിക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് ബ്ലാസ്റ്റ് ആയി പോവുകയും ചെയ്യുന്നു. അതിൽപ്പെട്ട് ആ ഏരിയയിൽ ഉണ്ടായിരുന്ന മുഴുവൻ സെന്റിനൽസും തകർന്നു പോവാണ്. ഇതേസമയം പാസ്റ്റിലാണെങ്കിൽ മാഗ്നിറ്റോ ആ സ്റ്റേഡിയം ആ സമ്മേളനം നടക്കുന്ന സ്ഥലത്താണ് ലാൻഡ് ചെയ്യുന്നത്. അവിടെയാണ് വൈറ്റ് ഹൗസും ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ആ സ്റ്റേഡിയം ഉള്ളതുകൊണ്ട് പുറത്തുനിന്ന് ആർക്കും വൈറ്റ് ഹൗസിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. ഇതേസമയം ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിൽ ആ സെന്റിനൽസ് എല്ലാം പൊട്ടിത്തെറിച്ചുകൊണ്ട് അതിൽ ഒരു കഷ്ണം മാഗ്നിറ്റോയുടെ വയറ്റിലാണ് തുളച്ചു കയറിയിരിക്കുന്നത്. എല്ലാവരും അതും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു സെന്റിനൽ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അത് സ്റ്റോമിനെ കൊന്നുകളയാണ്. അങ്ങനെ വേറെയും കുറെ സെന്റിനൽസ് ഒക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങി. അവറ്റകളെല്ലാവരും പുറത്തു നിൽക്കുന്ന ഓരോ മ്യൂട്ടൻസിനെ കൊല്ലാൻ തുടങ്ങി. എന്നാൽ മാഗ്നിറ്റോ ആണെങ്കിൽ ഒറ്റ സെന്റിനലിനെയും ആ ബിൽഡിംഗിന്റെ അകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ അവിടെ തന്നെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ മാഗ്നിറ്റോ നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ പാസ്റ്റിൽ അയാളാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലോഗനും ഹാങ്കും വേഗം ചെന്നിട്ട് ആ സെന്റിനൽസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിലാണ് മാഗ്നിറ്റോ അവരെ അറ്റാക്ക് ചെയ്യുന്നത്. അയാൾ ഇപ്പോ ലോഗന്റെ ദേഹത്ത് മൊത്തം കമ്പി കുത്തി കയറ്റിയിരിക്കുകയാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവൻ ഇടിച്ച് തെറിപ്പിച്ച് കളയുന്നു. അവനിപ്പോ വെള്ളത്തിലേക്കാണ് ചെന്ന് വീണിരിക്കുന്നത്. അവിടെ നിന്ന് അവന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. പാസ്റ്റിൽ അവൻ ഇത്രയൊക്കെ അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ അതൊക്കെ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഫ്യൂച്ചറിൽ ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ പാസ്റ്റിൽ മാഗ്നിറ്റോ ആ വൈറ്റ് ഹൗസ് മൊത്തം പൊളിച്ചെടുക്കാൻ തുടങ്ങി. അതിനകത്ത് ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കർ ഉണ്ട്. അതിന്റെ ഉള്ളിലാണ് പ്രസിഡന്റും ടീമും ഒളിച്ചിരിക്കുന്നത്. അയാൾ ആ വൈറ്റ് ഹൗസ് മൊത്തം പൊളിച്ചിട്ട് ആ ബങ്കറാണ് പുറത്തേക്ക് എടുക്കുന്നത്. അതിനുശേഷം അതും തകർത്ത് കളയുന്നു. ഈ സമയം പ്രസിഡന്റ് മാഗ്നിറ്റോയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. മാഗ്നിറ്റോ ആണെങ്കിൽ അയാൾക്ക് നേരെ ഒരുപാട് തോക്കുകൾ നിരത്തി നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ മ്യൂട്ടൻസിന്റെ വർഗം മൊത്തം ഇല്ലാതാവാൻ പോവാണ്. അതൊരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾ ജീവിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും മരിച്ചേ തീരൂ എന്നൊക്കെയാണ് മാഗ്നിറ്റോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയം തന്നെ ഒരു സെന്റിനൽ ഇപ്പോൾ ഹാങ്കിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഹാങ്ക് ആണെങ്കിൽ ആ മരുന്ന് അവന്റെ ദേഹത്തേക്ക് കുത്തിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ശരീരത്തിലെ ആ മ്യൂട്ടന്റ് പവർ മൊത്തം അപ്രത്യക്ഷമായിരിക്കുകയാണ്. ആ സെന്റിനൽ നോക്കുമ്പോൾ ഹാങ്ക് ഇപ്പോൾ മ്യൂട്ടന്റ് അല്ല. അത് തിരിഞ്ഞു നോക്കുമ്പോൾ മാഗ്നിറ്റോനെയാണ് കാണുന്നത്. മാത്രമല്ല മാഗ്നിറ്റോയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പ്രസിഡന്റ്
പ്രസിഡന്റിനെയും അത് മ്യൂട്ടന്റ് ആയിട്ടാണ് കാണുന്നത്. അതിന്റെ കാരണം അത് ഒറിജിനൽ പ്രസിഡന്റ് അല്ല, അത് മിസ്റ്റീക്ക് ആണ്. അങ്ങനെ ആ സെന്റിനൽ മാഗ്നിറ്റോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ മാഗ്നിറ്റോ ആണെങ്കിൽ ആ സെന്റിനലിന് നേരെ തിരിയാണ്. അവന്റെ ശ്രദ്ധ മാറിയ ഉടനെ തന്നെ മിസ്റ്റിക്ക് പെട്ടെന്ന് ഒരു തോക്കെടുത്തിട്ട് മാഗ്നിറ്റോയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു. അത് അയാളുടെ കഴുത്തിനാണ് കൊള്ളുന്നത്. അങ്ങനെ മിസ്റ്റിക്ക് വേഗം ചെന്നിട്ട് അയാൾ ഇടിച്ച് താഴേക്കിടാണ്. അതിനുശേഷം വേഗം തന്നെ ഒരു തോക്കെടുത്തിട്ട് ആ ട്രാസ്കിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണ് ചാൾസ് അവളുടെ മൈൻഡിലേക്ക് കയറുന്നത്. അതിനുശേഷം വീണ്ടും അവളോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇയാളെ കൊന്നതുകൊണ്ട് മാത്രം നീ വിചാരിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല, അത് നമ്മുടെ നാശത്തിലേക്ക് വഴി തെളിക്കത്തുള്ളൂ, അതുകൊണ്ട് നീ ഇതിൽ നിന്ന് പിന്മാറണം എന്നൊക്കെയാണ് ചാൾസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ തന്നെ ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സെന്റിനൽസ് ഒക്കെ ആ ബിൽഡിങ്ങിന്റെ വാതിലൊക്കെ തകർത്തിട്ട് ചാൾസിന്റെയും ടീമിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവറ്റകളെല്ലാവരും കൂടെ അവിടെയുള്ള മുഴുവൻ മ്യൂട്ടൻസിനെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് പാസ്റ്റിൽ ചാൾസ് പറയുന്നത് കേട്ട് മിസ്റ്റിക് അവളുടെ തീരുമാനം മാറ്റുന്നത്. അതായത് അവൾ ട്രാസ്കിനെ കൊല്ലുന്നില്ല. ട്രാസ്ക് കണ്ടുപിടിക്കാൻ പോകുന്ന ഈ സെന്റിനൽസ് കാരണമാണ് മ്യൂട്ടൻസ് എല്ലാം തങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത് എന്ന കാര്യം പാസ്റ്റിൽ പ്രസിഡന്റിന് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല എല്ലാ മ്യൂട്ടൻസും ദുഷ്ടരല്ല. മ്യൂട്ടൻസ് ഇല്ലായിരുന്നെങ്കിൽ ആ മാഗ്നിറ്റോ അവിടെയുള്ള മുഴുവൻ ആളുകളെയും കൊന്നേനെ. അതുകൊണ്ട് തന്നെ മ്യൂട്ടൻസിനെ നശിപ്പിക്കാനുള്ള ആ സെന്റിനൽസ് എന്ന പദ്ധതി പ്രസിഡന്റ് ഉപേക്ഷിക്കുകയാണ്. അപ്പൊ പിന്നെ ഫ്യൂച്ചറിൽ സെന്റിനൽസ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഉണ്ടായിരുന്ന മുഴുവൻ സംഭവങ്ങളും മാഞ്ഞു പോവാണ്. അങ്ങനെ എല്ലാം മാറി മറിഞ്ഞതിന് ശേഷം ലോകന് ബോധം വരുമ്പോ അവൻ പ്രൊഫസർ എക്സിന്റെ സ്കൂളിലാണ് കിടക്കുന്നത്. ഇത് ഫ്യൂച്ചർ ആണ്. അവൻ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അവിടുത്തെ കാഴ്ച കണ്ട് അവൻ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എക്സ്മെൻ ടീമിലുള്ള മുഴുവൻ ആളുകളും ജീവനോട് അവിടെ തന്നെയുണ്ട്. അതെ, പ്രൊഫസർ അവന് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുന്നു. എക്സ്മെൻ ടീമിലുള്ള എല്ലാവരെയും അയാൾ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ് ലോകൻ. ഇനി ഈ എക്സ്മെൻ സീരീസിന്റെ ടൈം ലൈനിന്റെ അവസ്ഥ നോക്കാം. ലോകൻ 1973 പോയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 73 ശേഷം നടന്ന ഒരു കാര്യങ്ങളും ഇനി ഉണ്ടായിരിക്കത്തില്ല. എക്സ്മെൻ ഫസ്റ്റ് ക്ലാസ് എന്ന സിനിമയിലെ കാര്യങ്ങൾ മാത്രമേ പുതിയ ടൈം ലൈനിൽ നിലനിൽക്കുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്മെൻ ഒറിജിനൽ ട്രയോളജിയിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും എക്സ്മെൻ ഒറിജിൻസ് ദ വോൾവെറിൻ എന്ന് പറഞ്ഞ സിനിമയും ദ വോൾവെറിൻ എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഇനി നിലനിൽക്കുന്നില്ല. ഇനിയുള്ളത് പുതിയ ടൈം ലൈൻ ആണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 2750 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതിയൊരു സിനിമയുടെ കഥയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.